ഹലോ ഗൈസ്, ഇന്നൊരു പൈനാപ്പിൾ ഐസ്ക്രീം ആയാലോ. നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. നമുക്ക് ഇത് എങ്ങനെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ കാണാം. അതിന് വേണ്ടിയിട്ട് വേണ്ടത് പൈനാപ്പിൾ പൾപ്പാണ്. പഞ്ചസാരയും പൈനാപ്പിളും കൂടെ ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഒന്ന് അരച്ചെടുത്താൽ മതി. പിന്നെ വേണ്ടത് നമുക്ക് പാലാണ്. പാലും പഞ്ചസാരയും കോൺഫ്ലവറും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ചൂടാറിയതാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് മിക്സും കൂടെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത ശേഷം ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. എന്നാലേ നമുക്ക് നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഇതിപ്പോൾ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വിപ്പിംഗ് പൗഡറാണ്. ഇത് ഞാൻ വിപ്പിംഗ് പൗഡർ പാൽ ഉപയോഗിച്ച് ബീറ്റ് ചെയ്തിട്ടുണ്ട്. പാൽ ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും ഒരു 3 ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പാലിൻ്റെയും പൈനാപ്പിളിൻ്റെയും കൂടെ കുറച്ചായിട്ടൊന്ന് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലേക്കാണ് ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊരു ഓവർനൈറ്റ് ഫുൾ ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ഓവർനൈറ്റ് ഫുള്ള് ഞാൻ ഫ്രീസ് ചെയ്തതിന് ശേഷമുള്ള ഐസ്ക്രീമാണിത്. ഇതിപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും, നല്ല ക്രീമി ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പൈനാപ്പിളും കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഐസ്ക്രീം ആണ്. കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ രുചി ഐസ്ക്രീമിൽ കിട്ടുന്നുണ്ട്.